ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു നല്ല ഫ്ലേവർ വേണം, ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ വേണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഓറഞ്ച് ഒന്ന് നമുക്ക് പൊളിച്ചെടുക്കുക. ഈ അള്ളികളില്ലേ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സീഡ്സ് ഉണ്ടാവും. ആ സീഡ്സ് ഒന്ന് എടുത്തിട്ട് ഈ സീഡ്സ് എടുത്ത് കളയുക. ഈ സീഡ്സ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നല്ലതുപോലെ കഴിക്കും. അപ്പോൾ ഈ സീഡ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇത് മിക്സിയിലോട്ട് ഒന്ന് ഇടുക കംപ്ലീറ്റ്. നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ലൈക്ക് ഇതിൻ്റെ ഒരു ജ്യൂസ് ആക്കണം. അപ്പം നല്ലതുപോലെ ഒന്ന് അരച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കുക. നമുക്കൊരു 1/2 കപ്പ് ജ്യൂസ് ആവശ്യമുണ്ട്. റിയൽ ഓറഞ്ച് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ച് ജ്യൂസിനൊക്കെ ആ ഒരു സ്മെല്ല് കാണൂല. ഇത് ഒറിജിനൽ ഓറഞ്ച് ജ്യൂസിന് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ആക്കി എടുത്തു. അതൊന്ന് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് ജ്യൂസ് മാത്രം. ഓക്കെ, ഇതിനകത്തോട്ടൊന്ന് കുറച്ച് നേരം അതൊന്ന് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസിനകത്തോട്ട് നമുക്ക് ഒരല്പം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾ ഇട്ടോളൂ. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇടാതിരിക്കുക, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടുകയല്ല. അതിൻ്റെ കാര്യം നമ്മൾ ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കേക്ക് പൊങ്ങി വരാനും ബുദ്ധിമുട്ടാകും. നമ്മൾ ഓവനിലല്ല ഉണ്ടാക്കുന്നത്. ഓവനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാലും പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കേക്ക് പൊങ്ങി വരും. ഈ ഓറഞ്ച് ജ്യൂസിലോട്ട് കുറച്ച് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, ഒരല്പം ടൂട്ടി ഫ്രൂട്ടി 2 കളറിൽ, എല്ലാ കളറിലും ഉള്ളത് അല്പം അല്പം എടുത്തോളൂ. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് ചെറി, ഒരല്പം റൈസിൻസ്, ഒരല്പം കാഷ്യൂ. ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഈ ജ്യൂസിൽ മുക്കി ഒന്ന് വെക്കുക. ഒന്ന് കുതിരാനായിട്ട് ഒരു 10-15 മിനിറ്റ്, കുറഞ്ഞത് അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒന്ന് കുതിർന്ന് വരട്ടെ. ഓക്കെ, അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു 10 മിനിറ്റ്. അങ്ങനെ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി 1/4 കപ്പ്, അതിൽ കൂടുതൽ വേണ്ട. അതിലോട്ട് നമ്മൾ ഒരു 1 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ബട്ടർ മിൽക്കായിട്ട് മാറും പെട്ടെന്ന് തന്നെ. ഇത് ഒഴിച്ചപ്പോൾ തന്നെ ബട്ടർ മിൽക്കായി, കണ്ടില്ലേ? ഇച്ചിരി കട്ടിക്ക്, അതായത് നമ്മുടെ പാലൊന്ന് പിരിച്ചെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷന്. നമുക്ക് വിനെഗർ 1 സ്പൂണ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിനിപ്പോൾ ഇതുപോലെ ഒരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചരുവം അല്ലെങ്കിൽ ഉരുളി, ഇൻഡാലിയത്തിൻ്റെ നല്ല ബേസ് കട്ടിയുള്ള ചരുവം, അല്ലെങ്കിൽ കുക്കർ, ഒരു ചീനിച്ചട്ടി, ഇതൊക്കെ എടുക്കാം നമുക്ക്. പക്ഷെ നല്ല അടി കട്ടിയുള്ള പാത്രമായിരിക്കണം ഏതാണേലും. പിന്നെ അതിൻ്റെ ഈ വായ ഫ്രണ്ട് വലുതായിരിക്കണം. നമുക്ക് അതിനകത്തൊരു കേക്ക് ഡിഷ് ഇറക്കി വെക്കാൻ പറ്റിയ അത്ര ഈ വിസ്താരം ഉണ്ടായിരിക്കണം ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കണേ. കാരണം ഇത് കട്ടി കൂടിയ അലൂമിനിയമാണ്. പക്ഷേ ഇത് ചൂടാകും പെട്ടെന്ന്. ഇൻഡാലിയം ആണേലും കുക്കർ ആണേലും ഒക്കെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണ്ട. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നല്ല ചൂടായിരിക്കണം നമ്മൾ കേക്ക് ഡിഷ് ഇറക്കി വെക്കുമ്പോൾ. അപ്പോൾ ഇതൊരുവിധം ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്റർ കുഴയ്ക്കാൻ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിൻ്റെ കളർ എന്താണ് വൈറ്റ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ഓൾറെഡി ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഉപ്പാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നിരത്തി കൊടുക്കാം ഇങ്ങനെ 4 വശത്തോട്ടും. ഈ പാത്രം ഏത് യൂസ് ചെയ്യുന്നു അത് അഴുക്കാകാതിരിക്കാനാണ്. ബേക്ക് ചെയ്യുമ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ബേക്ക് ചെയ്യുമല്ലേ, പാത്രത്തിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോകുമോ അഴുക്കാകെ പോകുമോ ഒക്കെ ചെയ്യാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുക. ടിപ്സ് നമ്പർ 1, ഉപ്പിന് പകരം നമുക്ക് നല്ല ചെറിയ തരി മണൽ കിട്ടുവാണെങ്കിൽ അതും യൂസ് ചെയ്യാം.
ഇതിന് പുറത്തോട്ട് നമ്മൾ ഇതുപോലെ ഒരു കട്ടോരി വെച്ച് കൊടുക്കുക, ഇങ്ങനെ ചെറിയ ഒരു കട്ടോരി. എന്നിട്ട് വേണം കേക്ക് വെക്കാൻ. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലതുപോലെ അടിവശം വേവുകയും ചെയ്യും. ഇത് അടച്ചു വെച്ച് പ്രീ ഹീറ്റ് ചെയ്യുക ഒരു 5 to 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 കപ്പ് എണ്ണ. ഏത് കപ്പിനാണോ നമ്മൾ മൈദ എടുക്കുന്നത് അതേ കപ്പിലായിരിക്കണം എല്ലാ മെഷർമെൻറ്റും. ഇപ്പം ഞാൻ സെയിം കപ്പിലാണ് എല്ലാം അളന്നിരിക്കുന്നത്. 200 ml ചായ കുടിക്കണ കപ്പിൽ. സ്മെല്ലില്ലാത്ത ഏതെണ്ണയും എടുക്കുക. റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും ബെറ്റർ. ഇതിലോട്ട് ഒരു 3/4 കപ്പ്, സെയിം കപ്പിന് 3/4 കപ്പോളം പൗഡേർഡ് ഷുഗർ, നമ്മുടെ സാധാരണ പഞ്ചസാര മിക്സിയിലൊന്ന് ഇട്ട് അടിച്ചെടുത്തതാണിത്. പൊടിച്ചെടുത്താൽ മതി മിക്സിയിലിട്ടിട്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു ഫ്ലഫി ക്രീം ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കുക. നല്ലപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യാം. എൻ്റെ വിസ്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചോ നമ്മളുടെ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ബീറ്റർ വെച്ച്. ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലതുപോലെ ഇത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, നല്ല സ്മൂത്തായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് പകുതി ആഡ് ചെയ്യുക, ഫുൾ ആഡ് ചെയ്യരുത്. ബാക്കി കുറച്ചൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. 1/4 കപ്പ് ബട്ടർ മിൽക്കാണ് ഇത് എടുത്തിരിക്കുന്നത്. 1/2 കപ്പിന് താഴെ. ഓക്കെ, അത്രയും മതി, ഒരുപാട് വേണ്ട. പിന്നീട് നമ്മൾക്ക് ബാറ്റർ ടൈറ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നോർമൽ മിൽക്ക് ഒരു 2-3 സ്പൂൺ ആഡ് ചെയ്തിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇനി മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് ഒരു സീവ് എടുക്കുക. വലുതോ ചെറുതോ എങ്ങനെയാണെങ്കിലും. മൈദ നമ്മൾക്ക് കുറേച്ച് ആഡ് ചെയ്യണം. ഞാൻ ആ സെയിം കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി എടുത്തിട്ടില്ല, കുറേച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഫുൾ ആഡ് ചെയ്യേണ്ട, പകുതി. സെയിം കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് ഒന്ന് സീവ് ചെയ്യുക. മിക്സ് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരുപാടങ്ങ് ഹാർഡായിട്ട് മൈദ ബീറ്റ് ചെയ്യരുത്, ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് പതുക്കെ വേണം നമ്മളിങ്ങനെ മിക്സ് ചെയ്യാനും ബീറ്റ് ചെയ്യാനും. ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്പീഡിൽ ബീറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും വളരെ പതുക്കെ ചെയ്യുക, ഒരേ മൂവ്മെൻറ്റിൽ ചെയ്യുക, ഒരു സൈഡിലോട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡോ നല്ല തിക്കാണ്. ഇതിലോട്ട് നമുക്ക് ഈ ബാക്കി ബട്ടർ മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനിയൊന്ന് മിക്സ് ചെയ്യുക. ഡോ തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോ ഒരുപാട് ലൂസും ആക്കരുത് കേട്ടോ ഈ കേക്കിന്. അത് ഇങ്ങനെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യുക. അതെ, ഒരു ലംസ് ഇല്ലാതെ നല്ലപോലെ മിക്സ് ആയിക്കോളും. അതേസമയം സ്പീഡിൽ അടിക്കാൻ നിൽക്കരുത്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ഒരിക്കലും സ്പീഡിൽ അടിക്കരുത്. ഇനി അടുത്ത് നമ്മൾ ചേർക്കാനുള്ളത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ നാച്ചുറൽ ഓറഞ്ച് ജ്യൂസിൽ. അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുന്നുണ്ട്, ഓറഞ്ച് ജസ്റ്റ്. ഇത് ഭയങ്കരമായിട്ട് സ്മെല്ല് തരും ഓറഞ്ചിൻ്റെ. ഓറഞ്ച് നമ്മൾ എടുത്തില്ലേ, ആ ഓറഞ്ച് എടുത്തത് അതിൻ്റെ ആ പീല്, അതിൻ്റെ
പൊളിയുണ്ടല്ലോ, ആ തൊലി നമ്മൾ സ്ക്രബ്ബറിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഉരച്ചെടുക്കണം. ആ ഉരച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ടുള്ള പിച്ചാത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ വളരെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഫ്ലേവർ തരുന്ന ഒരു സാധനമാണ്. ഫ്രൂട്ടിൻ്റെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ തരും. ഓറഞ്ച് ജസ്റ്റ് ഇട്ടാൽ ഓറഞ്ചിൻ്റെ തൊലി കളയാതെ ഒരു അല്പം എടുത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അതങ്ങ് ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഫ്രണ്ട്സ്? ഡ്രൈ ഫ്രൂട്ട്സോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി മാത്രം ആഡ് ചെയ്യുക. ടൂട്ടി ഫ്രൂട്ടി ഇല്ല എന്നുണ്ടെങ്കിലോ ടൂട്ടി ഫ്രൂട്ടി ഇല്ലാതെ ഉണ്ടാക്കാം. ടൂട്ടി ഫ്രൂട്ടി ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കൂ വെറുതെ. അതിനൊരു പേര് കൊടുത്താൽ മതി, ഫ്രൂട്ടില്ലാത്ത സ്പോഞ്ച് കേക്ക്. ജോക്സ് അപ്പാർട്ട്. 1 ടീസ്പൂണ് നമ്മൾ വാനില എസൻസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് എസൻസിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങൾ ഇത് ആഡ് ചെയ്തില്ലെങ്കിലും എസൻസ് ആഡ് ചെയ്യാതെയും ഇതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഓറഞ്ചിൻ്റെ കേട്ടോ. അപ്പോൾ നിർബന്ധമില്ല എസൻസ് ആഡ് ചെയ്യണമെന്ന്. ഒരു എസൻസും ആഡ് ചെയ്യാതെ ഓറഞ്ച് കേക്ക് നമുക്ക് ഓറഞ്ച് കേക്കിൻ്റെ ആ സ്മെല്ലോടെ ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുക്കുക, ഒരു 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ഇതിങ്ങനെ മൈദയിലൊന്ന് കോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൂട്ടി ഫ്രൂട്ടി അങ്ങ് ഏറ്റവും താഴെ അടിയിലോട്ട് താന്നു പോകും. അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ്, നമ്മളുടെ കേക്ക് ടിന്ന് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഇവിടെ, അലൂമിനിയത്തിൻ്റെ. നിങ്ങളുടെ അടുത്ത് ഏത് സൈസിലുള്ള കേക്ക് ടിൻ വേണേലും എടുക്കാം. ഇതിൽ നമ്മൾ ഒരൽപ്പം എണ്ണ തൂത്ത് കൊടുക്കുക. ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ. അപ്പോൾ ബട്ടർ ഉപയോഗിക്കാം, ബട്ടർ തൂത്ത് കൊടുത്താലും മതി, ഗീ തൂത്ത് കൊടുത്താലും മതി. ഇതിലോട്ട് നമ്മൾ ഒരൽപ്പം മൈദയൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് 4 വശവും കറക്കിയെടുത്താൽ, ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. 4 വശവും കറക്കിയെടുത്താൽ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്നുമില്ലാതെ ഉണ്ടാക്കാം. ഇതിപ്പം നമുക്ക് കുറേ നേരം നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതാണ്, ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പം അടിവശം കരിഞ്ഞു പോകാൻ ഉള്ള റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മൈദ ഇടാതെ നമ്മൾ ഈ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു നോർമൽ ഇതൊന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് സ്റ്റിക്കായിരിക്കും ഇങ്ങനെ കേട്ടോ. ഇതൊന്ന് തൂത്ത് കൊടുത്താൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാനേ നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു A4 സൈസ് പേപ്പർ എടുത്ത് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യും. ആ ഓയിൽ അതിലൊന്ന് പിടിച്ചു. ഓക്കെ, ഇതിൻ്റെ സൈഡിലെല്ലാം പേപ്പർ ഇങ്ങനെയൊന്ന് വെച്ചൊട്ടിച്ചു കൊടുക്കുക. ഒരൽപ്പം കേക്ക് ബാറ്റർ ഒന്ന് സൈഡിലോട്ട് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് സ്റ്റിക്കായിക്കോളും. ഇങ്ങനെ അതിലൊന്ന് പിടിച്ചോളൂ, ഇരിക്കും അതിലോട്ടെ, അല്ലെങ്കിൽ ഇരിക്കത്തില്ലല്ലോ. ഒരൽപ്പം ബാറ്റർ സൈഡിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ പേപ്പർ എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു സേഫ്റ്റി ആയിരിക്കും, കരിഞ്ഞു പോകാതെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമ്മളുടെ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ലൂസല്ല കേട്ടോ, ഈ കൺസിസ്റ്റൻസിയിൽ ഇരുന്നാൽ മതി. സാധാരണ കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിന്ന് ഒരല്പം കൂടെ കട്ടിക്കുക. ഓക്കെ, കാരണം ഈ ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ഒത്തിരി ലൂസ് ആക്കണ്ട. നമുക്കിതങ്ങ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ടാപ്പ് ചെയ്യുക. ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് നല്ലപോലെ 5-6 ഇടി കൊടുക്കുക. ഇങ്ങനെ കേട്ടോ, ഇതിന് നല്ല 5-6 ഇടി കൊടുത്തിട്ട് വെക്കുക. ഗ്ലാസിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇടിക്കരുത് കേട്ടോ, അത് പൊട്ടി പോകും. അപ്പോൾ ഇത് അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ടാണ്. ഗ്ലാസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ ടാപ്പ് ചെയ്യുക. ഒരു 8-10 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക മേളിൽ. നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഇവിടെ നല്ല ചൂടായിട്ട് തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് പതുക്കെ എൻ്റെ കൈ മുട്ടാതെ വെക്കുകയാണ്. സൂക്ഷിച്ചു വെക്കണം, കൈ പൊള്ളരുത്. ഇത് ബി കെയർഫുൾ. ഇങ്ങനെ നമ്മൾ
വെക്കരുത് അങ്ങനെ. കാരണം കുക്കറാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലക്കർ എങ്ങാനും പിടിച്ചിട്ട് വെക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നല്ല ഗ്ലൗസ് ഇട്ടിട്ട് ഇറക്കി വെക്കുക. ഇതിപ്പം നല്ല വായുണ്ടല്ലോ, സ്ഥലമുണ്ടല്ലോ ഇതിൻ്റെ പാത്രത്തിന്. അപ്പം അതുകൊണ്ടാണ് പതുക്കെ ഇറക്കിയത്. ഓക്കെ, ഉടനെ തന്നെ ഇത് നമ്മൾ അടച്ചു വെക്കുക. നല്ലതുപോലെ പ്രസ് ചെയ്ത് അടച്ചു വെച്ചു. ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ഇനി ഹീറ്റ് പുറത്ത് പോകരുത്. ആ രീതിയിലുള്ള അടപ്പ് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ 45 മിനിറ്റ്സ്, കുറഞ്ഞത് 45 മിനിറ്റ്സ് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കും. നിങ്ങൾ ഓവനിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. അതിന് മുന്നേ തുറന്നു നോക്കരുത്. ഈ കേക്ക് പൊങ്ങി വരുന്നത് അങ്ങ് താന്നു പോകും. ഇടയ്ക്ക് ഇത് അടപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 50 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, അനദർ 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അതായത് ടോട്ടൽ ഒരു 55 മിനിറ്റ് ആയി. നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിനിടയ്ക്ക് ഇത് തുറന്നു നോക്കിയില്ല. വാവ്! അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ദേ, ക്ലീൻ. അടച്ചു വെക്കുക. ഒരല്പം വേണമെങ്കിൽ ഒരു വിട വന്ന് വിട്ടിട്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് തുറന്നു വെക്കരുത്, ഡ്രൈ ആയി പോകും. മോളിന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂളായി കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കേക്ക് അപ്പം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അതിന് പേപ്പർ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇതിങ്ങനെയൊന്ന് ഇതും കൊണ്ട്, നൈഫും കൊണ്ട്, പിച്ചാത്തിയും കൊണ്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മളുടെ കേക്ക് ഇവിടെ അപ്പം ആദ്യം ഈ സൈഡിലുള്ള പേപ്പറുകളങ്ങ് എടുക്കാം. ഓക്കെ, നമുക്ക് ഈ പേപ്പർ എടുക്കാം. ഇതിലൊന്ന് പിടിച്ചോണേ. നല്ലതുപോലെ തണുത്തിട്ടല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൂടെ പോരും കേട്ടോ കേക്ക്. വാവ്, നമ്മളുടെ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഇതിൻ്റെ പുറത്തോട്ട് കമത്തുക, ഇങ്ങനെ ആക്കുക. അപ്പം എടുക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ശരിക്കും ബേക്കറിയിലൊക്കെ കിട്ടുന്ന കേക്കിൻ്റെ അതേപോലെ പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി കേക്കായി. ഓക്കെ, വെരി ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കേക്ക് റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളുടെ സ്പോഞ്ചി ഫ്രൂട്ട് കേക്ക്. നല്ല സോഫ്റ്റാണ്, പൊടിഞ്ഞു പോകുന്നത്ര സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. Thank you so much for watching. Keep sharing, keep subscribing. If you haven't subscribed, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy. ഓറഞ്ച് ജസ്റ്റ് നമ്മൾ ഇട്ടില്ലേ, ഓറഞ്ചിൻ്റെ ആ സ്കിന്ന് ഇത് ചെയ്തിട്ടോ, ഓറഞ്ചിൻ്റെ സ്മെല്ലുണ്ടല്ലോ ശരിക്കുള്ള നമ്മളുടെ ഫ്രൂട്ട് കേക്ക്. ഇറ്റ്സ് സോ ടേസ്റ്റി, സോ യമ്മി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Wishing you all again a very happy Merry Christmas. Thank you.